കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട തുണിയും ബാഗും ബുക്കും ഒന്നുമില്ല, എല്ലാം കത്തിപ്പോയി. കുട്ടികൾ 2 ദിവസം കൊണ്ട് പോകുന്നില്ല. ഭയങ്കര ഇട്ടുകൊണ്ട് നിൽക്കുന്ന തുണികളല്ലാതെ ഒന്നുമില്ല, എല്ലാം കത്തിപ്പോയി, എല്ലാം പോയി. അപ്പോൾ തുണി ഉണ്ടെങ്കിൽ ബാഗൊക്കെ ഉണ്ടെങ്കിൽ പുസ്തകം ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത് അത്യാവശ്യമല്ലേ? അത്യാവശ്യം. ഓക്കെ. നമസ്കാരം. എല്ലാം പോയി. തുണികൾ ഞങ്ങളുടെ തുണികൾ മൊത്തം കത്തി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം ചേച്ചിയുടെ വീട് സാമൂഹിക വിരുദ്ധർ കത്തിച്ചു കളഞ്ഞു. ഭാഗ്യം കൊണ്ടാണ് ആ ചേച്ചിയൊക്കെ രക്ഷപ്പെട്ടത്. ഇതിനകത്ത് ആൾ താമസിക്കുന്നുണ്ടായിരുന്നു. പോണം, എൻ്റെ ബാക്കിൽ കാണാം. ഫുള്ള് കത്തിപ്പോയി. ഫുള്ള് സാമൂഹിക വിരുദ്ധർ ചെയ്തതാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. അത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് കത്തിയുള്ള പാത്രവും കാര്യങ്ങളും മറ്റ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. വാ ചേച്ചി, നമസ്കാരം. ഓമന, ഇതെന്ത് സംഭവിച്ചു? ആരാ കത്തിച്ചത്? എന്തോ ഇത് ഒരു പിന്നെ മോൻ കാക്കി രാജു എന്ന് പറഞ്ഞു. അപ്പോൾ താഴെ ആ പുള്ളിയോട് കയറുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും ഞങ്ങൾ ഇതില്ലായിരുന്നു. പക്ഷെ അവർ ഞങ്ങളായിട്ട് ഒരു ഇതും പിണക്കമൊന്നും ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് അവൻ താഴ്ന്ന ഓടി, അവൻ ഇച്ചിരി മിനിമമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് താഴെ 2 പേര് പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരെയും തല്ലിക്കൊണ്ട് അപ്പോൾ തല്ലിയിട്ട് ആ പെണ്ണുങ്ങളെ രക്ഷപ്പെട്ട് അവിടുന്ന് ഓടി കയറി എൻ്റെ അടുത്ത് കിടന്നു. എൻ്റെ വന്ന് വീട്ടിൽ ചാടി കയറിക്കുമ്പോൾ കുറേ നോക്കുമ്പോൾ അവനും തെറി വിളിച്ച് ആ പെണ്ണുങ്ങളെയും തെറി വിളിച്ചുകൊണ്ട് കയറി വരുന്നു. കയറുന്നതുകൊണ്ട് പറഞ്ഞു തള്ള 2 പെണ്ണുങ്ങളെ ഇറക്കി വിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വേണം. അപ്പോൾ ഒരു കൊച്ചു അവിടെ ആ കൂട്ടത്തിരിക്കുന്ന ഒരു കൊച്ചിന് ഗർഭിണിയാണ്, 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം പറ്റത്തില്ല, നീ നല്ല പരുവത്തിനല്ലേ നിൽക്കുന്നത്, നമുക്ക് നാളെ സംസാരിക്കാൻ പറഞ്ഞു. എന്നെ ഇറക്കി വിട്ടി 2 പെണ്ണുങ്ങളെ ഇറക്കി വിട്ടി തള്ളയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശരിക്കും എന്നെ തെറി വിളിച്ച്. അവൻ്റെ ഭാര്യ വിളിക്കുന്ന കൂട്ടം അവനെ നല്ല തെറി വിളിക്കും. നമുക്ക് കേൾക്കാൻ വയ്യാത്ത പാഴയൊക്കെ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഇറങ്ങി പോടാന്ന് പറയുമ്പോഴത്തെ അവൻ കൈ വടിയെടുത്ത് എൻ്റെ തല അടിക്കുകയൊക്കെ ചെയ്ത് മർദ്ദിച്ചു. അടിച്ച് ചോരയൊക്കെ ഒരുക്കുന്നിട്ടപ്പോൾ എൻ്റെ മോൻ 2-3 പേര് വന്ന് പഠിച്ചു എൻ്റെ അമ്മയെ തല്ലരുത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്നെ മുടി കുത്തിനൊക്കെ പിടിച്ച് ഡ്രസ്സിനൊക്കെ എല്ലാം വലിച്ച് തുണിയൊക്കെ കണ്ടിട്ടിപ്പുണ്ട്. മിനിഞ്ഞാന്നായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്നെ മുടിക്കുത്തിന് പിടിച്ച് തറ ഇട്ട് ഇട്ടിട്ട് അവിടെ ഇട്ട് എന്നെ ശരിക്കും ഇടിക്കും തലയൊക്കെ ചെയ്തു. അപ്പം തടസ്സം എൻ്റെ അമ്മ അടിക്കുന്നു പറഞ്ഞ് തടസ്സം ചെയ്ത് എൻ്റെ 2 കുഞ്ഞു പിള്ളേരെയും ശരിക്കും അടിക്കും പിടിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ കൈ ഒടിഞ്ഞതാ, ആശുപത്രി കൊണ്ടത്. ഈ കൈ പിടിച്ച് തിരിക്കുകയും ഇടിയൊക്കെ പറ്റി. കുഞ്ഞിനെ അടിച്ചു. എൻ്റെ 2 പിള്ളേരെ അടിച്ചു. മൂത്ത ചെറുക്കനെ അടിച്ചൊന്നുമില്ല, അവൻ്റെ കൂടെ ഷർട്ടൊക്കെ വലിച്ച് കയറി. അപ്പോൾ എങ്ങനെയല്ലേ ആ പിള്ളേർ എന്നെ രക്ഷപ്പെടുത്തി അവൻ്റെ കയ്യിൽ നിന്ന് പിടി അകത്തായിരുന്നു. ഞാൻ പിന്നെ ആ കൈ പിടിച്ച് വെക്കുമ്പോൾ ഞാൻ അകത്ത് ഓടി കയറി അവൻ ഇതിലെ ഇവിടെ ആ മൂലക്കാണ് തീ കത്തിക്കുന്നത്. ഭാഗ്യരാജ് അങ്ങനെ തീ നഷ്ടമായി. അപ്പം ഞങ്ങൾ ഇറങ്ങി ഓടിയില്ലായിരുന്നു, ഞങ്ങൾ ജീവൻ പോയനായിരുന്നു. 5 പിള്ളേരും ആ കുഞ്ഞു എൻ്റെ ആയിരുന്നു. അപ്പം മൂത്ത കൊച്ചു പ്രസവിച്ച് 1.5 മാസം കൈക്കുഞ്ഞ. ആ കുഞ്ഞിനെ ഇട്ട് ഈ കടലുകൊണ്ട് ഇവിടെ കിടക്കുമായിരുന്നു. അവിടെ എങ്ങനെയല്ലേ ഞങ്ങൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ട ഈ വീട് ഇത് മൊത്തം കത്തി. ആൾക്കാർ വന്ന് അണച്ച് ഫോറസ്റ്റുകാർ വന്ന് അണച്ച് ഞങ്ങൾ അവിടുന്ന് പോയി എൻ്റെ സഹോദരൻ മനോജിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഓടിച്ചെല്ലുകയും അവൻ്റെ പുറകെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അവരും ഞങ്ങളെ തെറി വിളിച്ച് അവർ ലൈറ്റിട്ട് ഞങ്ങളെ തിരക്കുന്നു, ഞങ്ങളെ അടിക്കാനൊക്കെ ഉണ്ട്. എന്തുവാണെന്ന് പറയുന്നത് തെറ്റെന്തുവാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ഒരു തെറ്റിനും ഞാൻ എൻ്റെ പിള്ളേരെങ്ങും പോകുന്നതല്ല. പിള്ളേരുടെ അച്ഛൻ ഇട്ടച്ച് പോയിട്ട് 15 വർഷമായി. ചേച്ചി ജോലിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി. ഞാൻ പിള്ളേരെ വളർത്തി. പിന്നെ കട്ടിൽ 6000 രൂപ കൊടുത്ത് 2 കട്ടില് പോയല്ലേ? ആ ഭാഗത്ത് 2 കട്ടിൽ ഇട്ടേക്കുമായിരുന്നു. ആ കട്ടിൽ മൊത്തം കത്തിപ്പോയി. അവിടുത്തെ 2 കട്ടിലും കത്തിപ്പോയി. പിന്നെ ഇതുണ്ട് ഈ 2 കട്ടില് മോളിലെ ആധാറും പാസ്ബുക്ക് അത് മൊത്തവും കത്തിയത്. പിന്നെ എൻ്റെ മൊബൈൽ ഫോണ് അതെല്ലാം കത്തി. തുണികൾ ഞങ്ങളുടെ തുണികൾ മൊത്തം കത്തി. ഒന്നുമില്ല, അരി സാധനം എല്ലാം ഒന്നുമില്ല. മഴ പെയ്താൽ കയറി നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല, ഒന്നുമില്ല. ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറഞ്ഞ വീട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവര് പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാം നല്ല സമയം വേണ്ട സഹായം ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് ഇന്നലെ 10 ലേരി കറിയൊക്കെ അവരെ കൊണ്ടു തന്നു. പിന്നെ ഡ്രൈവറുടെ അരിപ്പാട്ടുണ്ട്. അവർ കുറച്ച് സാധനം കൊണ്ട് എത്തിച്ചു തന്നു. പിന്നെ വേറെ ഒരു വീട്ടിൽ ഞങ്ങൾ ചോറ് വെക്കാനുള്ള ഇച്ചിരി അത്യാവശ്യം ഒരു ചെറിയ പാത്രം കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നായിരുന്നല്ലേ?
തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇവരെന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ അവിടെ ഫോറസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ ഇവരുടെ വീട്ടിൽ കഴിക്കാൻ പോലും ഒന്നുമില്ല, പാത്രം എല്ലാം അവർ മൊത്തം നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധ വന്നിട്ട് ചെയ്ത പരിപാടിയാണ്, മർദ്ദിക്കുക വരെ ചെയ്ത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ വന്ന് കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോൾ അവിടെ വീടൊക്കെ എല്ലാം പോയി. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാലും വന്യമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ, എല്ലാം ഇവിടെ ഉള്ളതാണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 ദിവസം ആരെങ്കിലും വിളിക്കും, ഫോൺ നമ്പർ തന്നെ കൊടുക്കും. അവരുടെ വായികെല്ലാം